ഏതൊരു സ്ഥാപനമായാലും അത് അടക്കേണ്ടി വരിക എന്നത് വളരെ സങ്കടകരമായ അവസ്ഥയാണ്. കുറേ പേർക്ക് ജോലി നഷ്ടമാകും, പണം മുടക്കിയ ആൾക്ക് അതിലേറെ നഷ്ടങ്ങളുണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരു സ്ഥാപനം നടത്തുന്നവർ അങ്ങേയറ്റം വിഷമത്തോടെ ആയിരിക്കും അത് പൂട്ടുന്നത്. നമ്മുടെ നാട്ടിലൊരു ഹോട്ടൽ എങ്ങനെ തുടങ്ങാം, അവിടുത്തെ ബിസിനസ് എങ്ങനെ നല്ല രീതിയിൽ നടത്താം, എങ്ങനെ കച്ചവടം മെച്ചപ്പെടുത്താം എന്നൊക്കെ ഹോട്ടൽ തുടങ്ങുന്നവർക്ക് ക്ലാസ് എടുത്തു കൊടുക്കുന്ന ഒരാളാണ് ശ്രീമാൻ മൃണാൽ. വെറുതെ അല്ല, അതിനൊക്കെ നല്ല രീതിയിൽ പൈസയും അദ്ദേഹം മേടിക്കുമായിരുന്നു. അത് അദ്ദേഹം ആ ഫീൽഡിൽ ഏറെ അറിവുള്ള ആളായത് കൊണ്ടാണെന്ന് കരുതിയാണ് പലരും ഹോട്ടൽ തുടങ്ങാൻ ഇദ്ദേഹത്തിന്റെ ഈ പെയ്ഡ് അഡ്വൈസുകൾ സ്വീകരിച്ചത്. എന്നാൽ ഇപ്പോൾ താൻ തുടങ്ങിയ ഹോട്ടൽ ഒരു അബദ്ധമായിരുന്നു എന്നാണ് മൃണാൽ പറയുന്നത്. എല്ലാവിധ സജ്ജീകരണങ്ങളോടും വളരെയധികം പണം മുടക്കി തന്നെയാണ് ഹംഗ്രി മൃണാൽ എന്ന റെസ്റ്റോറന്റ് ഇയാൾ തുടങ്ങിയത്. ഒരു വർഷം തികയുമ്പോഴേക്കും അതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണെന്നും ഹോട്ടൽ ഉപദേശകൻ മൃണാൽ പറയുന്നു. മറ്റുള്ളവരെ കാശ് വാങ്ങി ഉപദേശിച്ച ആളാണ് സ്വന്തം ഹോട്ടൽ നടത്താൻ പറ്റാതെ ഇപ്പോൾ സങ്കടപ്പെടുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്തെന്നാൽ, ഈ മൃണാൽ നാട് നീളെ കറങ്ങി നടന്ന് സകല ഹോട്ടലിലും കയറി അവിടെ കിട്ടുന്നതൊക്കെ വാരി വലിച്ച് തിന്നിട്ട് അതിനെ കുറ്റം പറയുന്ന ഒരുത്തൻ മാത്രമാണ് എന്നാണ്. ഒരു ഹോട്ടൽ തുടങ്ങാനോ അല്ലെങ്കിൽ വിജയിപ്പിക്കാനോ അറിയാത്ത ആളാണ് ഹോട്ടൽ തുടങ്ങാൻ കാശ് മേടിച്ച് നാട്ടുകാർക്ക് ഉപദേശം കൊടുത്തിരുന്നത്. ഇയാൾക്ക് അങ്ങോട്ട് പണം കൊടുത്ത് ഇയാളുടെ ഉപദേശം കേട്ട് ഹോട്ടൽ തുടങ്ങിയ ആളുകളുടെ അവസ്ഥ എന്താണെന്ന് അറിയില്ല. പല ഹോട്ടലുകളെയും തകർക്കാൻ വേണ്ടി മാത്രം പച്ചക്കള്ളം പറഞ്ഞിരുന്ന ഒരാൾ കൂടിയാണ് മൃണാൽ ദാസ് എന്ന ഇദ്ദേഹം. എവിടെയോ ഒരു ഹോട്ടലിൽ കയറിയപ്പോൾ അവിടെ മുൻകൂർ പണം നൽകിയാണ് ഭക്ഷണം മേടിക്കേണ്ടത്. അതിനെ വിമർശിച്ചും പരിഹസിച്ചും നിരവധി വീഡിയോ ചെയ്ത ഇയാൾ സ്വന്തം ഹോട്ടലിൽ ചെയ്തതും അതുതന്നെയാണ്. സാമ്പാറിനും മോരിനും പപ്പടത്തിനും പ്രത്യേകം ബില്ലടിക്കണം. ഊണ് കഴിക്കുമ്പോൾ കറി തീർന്നു പോയാൽ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി പണം കൗണ്ടറിൽ കൊടുത്ത് ബില്ലടിച്ച് ആ ബില്ല് കാണിച്ച് കറി വാങ്ങി തിരികെ വന്നിരുന്ന് കഴിക്കണം. നാരങ്ങ വെള്ളം കുടിക്കുന്ന സ്ട്രോക്ക് വരെ ഇയാൾ പ്രത്യേകം പൈസ വാങ്ങി. ഹോട്ടൽ തുടങ്ങിയപ്പോൾ ഇയാൾ മുടക്കിയ പണം പെട്ടെന്ന് തിരികെ കിട്ടാൻ മാത്രമാണ് ശ്രമിച്ചത്. ഈ ഓരോ ഐറ്റത്തിനും പ്രത്യേകം പൈസ മേടിക്കുന്നത് ഒരു പ്രശ്നമല്ല. പക്ഷേ നമ്മുടെ നാട്ടിൽ സാധാരണ ഹോട്ടലിൽ കിട്ടുന്ന ക്വാണ്ടിറ്റി ഇദ്ദേഹം കൊടുത്തിരുന്നില്ല. കറികൾ മില്ലി ലിറ്റർ കണക്കിൽ അളന്നു കൊടുക്കുന്ന ഒരു സ്ഥാപനം ഇവിടെ നിലനിൽക്കില്ല. ഇപ്പോൾ മൃണാൽ പറയുന്നത് നല്ല രീതിയിൽ ഫുഡ് കൊടുത്തതാണ് പ്രശ്നം എന്നാണ്. മറ്റുള്ളവർ കൊടുക്കുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ കലക്കി അങ്ങോട്ട് കൊടുത്താൽ മതിയായിരുന്നു എന്നാണ് ഇപ്പോൾ ഈ മാന്യൻ പറയുന്നത്. അപ്പോഴും സ്വന്തം ഹോട്ടൽ പൊളിഞ്ഞിരിക്കുമ്പോഴും മറ്റുള്ള ഹോട്ടലുകാരെ കുറ്റം പറയുന്ന ഒരു ദുഷിച്ച മനസ്സാണ് ഇയാൾക്കുള്ളത്. ഞാൻ നല്ല ഫുഡ് കൊടുത്തു, ബിസിനസ് കിട്ടിയില്ല, മറ്റുള്ള ഹോട്ടലുകാർ എന്തെങ്കിലുമൊക്കെ കലക്കി കൊടുത്ത് പണമുണ്ടാക്കും. അതാണ് പുള്ളിയുടെ പ്രശ്നം. ഇദ്ദേഹത്തിന്റെ ഹോട്ടൽ സാധാരണ ഒരു ഹോട്ടലിനേക്കാളും വില കൂടുതലാണ് എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇങ്ങനെ കൂടുതൽ പണം മുടക്കി നല്ല ഫുഡ് കഴിക്കാൻ വരുന്ന ആളുകൾക്ക് അവരുടെ കാർ പാർക്ക് ചെയ്യാൻ പോലും അവിടെ സ്ഥലമില്ല. സ്ഥലം ഇല്ലെന്ന് പറയാൻ പറ്റില്ല, ധാരാളം സ്ഥലമുണ്ട്. പക്ഷേ മൃണാൽ എന്ന ബുദ്ധിമാനായ ബിസിനസ്സുകാരൻ അവിടെ ബൈക്ക് പാർക്കിംഗ് മാത്രമേ അനുവദിക്കുള്ളൂ. കാർ ഉള്ളവരുടെ വരേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ട ആൾ കൂടിയാണ് മൃണാൽ. ഈ ബിസിനസ് തന്ത്രമൊക്കെയാണ് പതിനായിരങ്ങൾ വാങ്ങി ഇയാൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത്. സ്വന്തമായി ബിസിനസ് നടത്താൻ അയാൾക്ക് പറ്റുന്നില്ല. ഇയാൾ എന്ത് തരം കൺസൾട്ടേഷനാണ് കൊടുത്തിരുന്നത് എന്നോർക്കുമ്പോൾ അത്ഭുതം തോന്നുകയാണ്. മൃണാൽ പണ്ട് ചെയ്തിരുന്ന നികൃഷ്ടമായ ഫുഡ് ബ്ലോഗ് ജോലി ഒരുപാട് ശത്രുക്കളെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. മറ്റുള്ളവർ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഹോട്ടലിൽ കയറി കണ്ടതെല്ലാം വലിച്ചു വാരി തിന്നിട്ട് ഭക്ഷണത്തെക്കുറിച്ച് മോശം അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക എന്നതായിരുന്നു മൃണാൽ സാറിന്റെ ഇഷ്ടവിനോദം. അതുകൊണ്ട് മറ്റുള്ള ഹോട്ടലുകൾ എത്രമാത്രം ബുദ്ധിമുട്ടി എന്ന് ഇപ്പോൾ ഇയാൾക്ക് മനസ്സിലായി കാണും. ജനങ്ങൾ എനിക്ക് എതിരായിരുന്നു, ഹോട്ടൽ തുടങ്ങിയപ്പോൾ ഒരുപാട് പേർ അതിനെതിരെ വീഡിയോകൾ ചെയ്തു എന്നൊക്കെയാണ് ഇപ്പോൾ മൃണാൽ കരഞ്ഞുകൊണ്ട് പറയുന്നത്. ഈ ജനങ്ങൾ താങ്കൾക്ക് എതിരാകണമെങ്കിൽ അത്രയും ദ്രോഹം ഈ നാട്ടിൽ താങ്കൾ ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് ആദ്യം താങ്കൾ മനസ്സിലാക്കേണ്ടത്. മറ്റുള്ളവരുടെ സ്ഥാപനങ്ങളിലേക്ക് കയറി ചെന്ന് വീഡിയോ ചെയ്ത് അവരെ അപമാനിച്ചപ്പോൾ തനിക്ക് ഈ ബോധം ഉണ്ടായിരുന്നില്ലേ? അവരെല്ലാം ഒരുപാട് പണം മുടക്കി തന്നെയാണ് ഈ ഹോട്ടൽ ബിസിനസ് ചെയ്യുന്നത്. മുൻകാല പ്രവൃത്തികളുടെ ഫലമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത് എന്ന് കരുതിയാൽ മതി. എന്നാൽ ഇപ്പോഴും സ്വയം വരുത്തിവെച്ച തെറ്റുകൾ ഏറ്റുപറയുന്നു എന്ന വ്യാജേന മറ്റുള്ളവരെ കുറ്റം പറയുകയാണ് ഇയാൾ ചെയ്യുന്നത്. സ്വന്തം ഹോട്ടൽ പരാജയമായപ്പോഴും മറ്റുള്ളവരെയാണ് ഈ വ്ലോഗർ കുറ്റപ്പെടുത്തുന്നത്. ഇവൻ പറയുന്നത് കേട്ടാൽ തോന്നും ഓപ്പൺ കിച്ചണും വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റും പൊല്യൂഷൻ സർട്ടിഫിക്കറ്റും ഈ ഹോട്ടലിൽ മാത്രമേ ഉള്ളൂ. അതൊക്കെ കേരളത്തിലെ നിരവധി ഹോട്ടലുകളിൽ നേരത്തെയുണ്ട്. അവരൊക്കെ മാന്യമായി ഇപ്പോഴും കച്ചവടം നടത്തി കാശ് ഉണ്ടാക്കുന്നുമുണ്ട്. ലോകത്തുള്ള മറ്റുള്ളവരൊക്കെ വിവരമില്ലാത്തവരും നിലവാരമില്ലാത്തവരുമായിട്ടാണ് ഇദ്ദേഹത്തിന് തോന്നുന്നത്. കഴിഞ്ഞ ദിവസം മൃണാൽ ചെയ്ത ഹോട്ടൽ നഷ്ടത്തിലാണ്, അത് തുടങ്ങിയത് അബദ്ധമായിരുന്നു എന്ന് പറയുന്ന വീഡിയോയിൽ പോലും അതേ മനോഭാവം കാണാവുന്നതാണ്. ഹോട്ടൽ വിജയിക്കാത്തത് നമ്മുടെയൊക്കെ കുറ്റം കാരണമാണ്. മൃണാൽ സാറിന്റെ ഉയർന്ന നിലവാരത്തിലുള്ള അതിനേക്കാൾ ഉയർന്ന വിലയുള്ള ഹോട്ടലിൽ ജനങ്ങൾ കയറി കണ്ണടച്ച് വാരിക്കോരി പണം കൊടുത്തില്ല. അതാണ് നമ്മൾ ചെയ്ത തെറ്റ്. പക്ഷേ മൃണാൽ ഇപ്പോൾ ചെയ്യുന്ന വീഡിയോയിലും അഹങ്കാരം മുറ്റി നിൽക്കുകയാണ്. ഹോട്ടൽ പൂട്ടില്ല, ഇനിയും പലതും തുറക്കും എന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഹോട്ടൽ തുറക്കും, അത് പൂട്ടാൻ ആരും പറയുന്നുമില്ല. എന്നാൽ ഇരുട്ടത്ത് ഒളിച്ചിരുന്ന് റിവ്യൂ ചെയ്ത് ഹോട്ടൽ പൂട്ടിക്കാൻ നോക്കേണ്ട എന്നൊക്കെ താങ്കൾ പറയുന്നത് കേൾക്കുമ്പോൾ ആളുകൾ ചിരിക്കുകയാണ്. അന്നം മുടക്കുന്നതും മുടക്കിയതും ഇപ്പോൾ റിവ്യൂ ചെയ്യുന്ന ആളുകളല്ല, അത് ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് നിങ്ങൾ തന്നെയാണ്. അതിനുള്ള തിരിച്ചടി നിങ്ങൾക്ക് ഇനിയും കിട്ടിക്കൊണ്ടിരിക്കും. ആദ്യം ഈ പുച്ഛം വാരി വിതറുന്നത് അവസാനിപ്പിക്കുക. പുച്ഛവും അഹങ്കാരവും ഒക്കെ ആകാം, അത് പബ്ലിക്കായി വീഡിയോയിൽ വന്ന് പ്രകടിപ്പിക്കുമ്പോൾ ആളുകൾ പ്രതികരിക്കും. മുട്ട അജിനാമോട്ടയിൽ മുക്കി തിന്നുന്നവർക്ക് എൻ്റെ നല്ല ഫുഡ് ഇഷ്ടമാകില്ല എന്നൊക്കെയാണ് ഇപ്പോൾ ഇദ്ദേഹം തള്ളിവിടുന്നത്.